വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മോഡ്യൂൾ 6, അതിൽ തന്നെ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ കാസ്റ്റേൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, സ്റ്റീലിൻ്റെ ടൈപ്സ്, അതൊക്കെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മെറ്റൽസ്. പ്രധാനമായിട്ട് ഫെറസ് മെറ്റൽ, നോൺ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞ് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഫെറസ് മെറ്റൽ എന്ന് പറയാൻ നേരത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അയണും കാർബണും ആയിരിക്കും ഇതിൽ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് അയണും കാർബണും ആയിരിക്കും. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് പിഗ് അയൺ, മൈൽഡ് സ്റ്റീല്, നിക്കൽ എക്സെട്ര. അപ്പം നിങ്ങൾക്കൊരു സംശയം കാണും, നിക്കൽ എന്താ വന്നിരിക്കുന്നത്. അപ്പോൾ അയൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റസ്റ്റിങ്ങോ മാഗ്നറ്റൈസേഷനോ ഈ നിക്കലിന് ബാധകമാണ്. ആ നിക്കൽ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും, അതുകൊണ്ട് അതിനെ ഫെറസ് മെറ്റൽസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് അയണും കാർബണുമാണ് കണ്ടന്റ് എന്ന് ഓർക്കുക. അതുകൂടാതെ അയണിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റസ്റ്റിങ്ങും മാഗ്നറ്റൈസേഷനും കാണിക്കുന്ന മെറ്റൽസ് ആണ് ഫെറസ് മെറ്റൽസ്. പിഗ് അയൺ, മൈൽഡ് സ്റ്റീൽ, നിക്കൽ ഇവയെല്ലാം ഫെറസ് മെറ്റൽസിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് വൺ, നോൺ ഫെറസ് മെറ്റൽസ്. അപ്പോൾ ഈ അയണും കാർബണും കണ്ടന്റ് അല്ലാത്ത മെറ്റൽസിനെ നമ്മൾ പറയുന്ന പേരാണ് നോൺ ഫെറസ് മെറ്റൽസ് എന്ന്. ഓക്കെ, ദ മെറ്റൽസ് that do not contains iron or carbon and do not have the property of iron are called non-ferrous metals. കോപ്പർ, അലൂമിനിയം, അതിനെയൊക്കെ നമുക്ക് നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയാം. ഇനി ഫെറസ് ആൻഡ് നോൺ ഫെറസ് അലോയ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ അലോയ് എന്താണെന്ന് ആദ്യം അറിയണം. ഓക്കെ, ഒരു അലോയ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ മെറ്റൽസ് മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു മിക്സ്ചറാണ് അലോയ് എന്ന് പറയുന്നത്. ആൻഡ് അലോയ് ഈസ് ഫോംഡ് ബൈ ദ മിക്സിങ് 2 or more metals together by melting. അപ്പോൾ അലോയ് എന്താണെന്ന് മനസ്സിലായി. ഫോർ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ് അയൺ ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റൽ. ഇപ്പോൾ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സിൽ അയൺ തന്നെ ആയിരിക്കും മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ദ അലോയിങ് മെറ്റൽ ആഡഡ്, പ്രോപ്പർട്ടി ഓഫ് ദ അലോയ് സ്റ്റിൽ വിൽ വേരി. അപ്പോൾ ഏത് മെറ്റലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന ഓരോ മെറ്റൽസിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ സ്റ്റീലിൽ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന അലോയിങ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നിന്നാണ് നമുക്ക് സ്റ്റീലിൻ്റെ അലോയ് സ്റ്റീൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിക്കലാണ്. അപ്പോൾ നിക്കലിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഇതൊരു ഹാർഡ് മെറ്റലാണ്, റെസിസ്റ്റൻ്റ് ടു മെനി ടൈപ്സ് ഓഫ് കൊറോഷൻ, റസ്റ്റ്. അപ്പോൾ ഇത് കൊറോഷനെയും റസ്റ്റ്, അതായത് റസ്റ്റ് ഉണ്ടാകുന്നതിനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു ഹാർഡ് മെറ്റലാണ്, റെസിസ്റ്റൻ്റ് ടു മെനി ടൈപ്സ് ഓഫ് കൊറോഷൻ, റസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ലൈക്ക് നിക്കൽ കാഡ്മിയം ബാറ്ററീസ്. അപ്പോൾ ഈ നിക്കൽ സ്റ്റീൽ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, നിക്കൽ കാഡ്മിയം ബാറ്ററീസിൽ യൂസ് ചെയ്യും, പിന്നെ ബോയിലർ ട്യൂബ്സിൽ യൂസ് ചെയ്യും, പിന്നെ IC എഞ്ചിൻ്റെ വാൽവ്സിൽ യൂസ് ചെയ്യും, എഞ്ചിൻ സ്പാർക്ക് പ്ലഗ്. പിന്നെ പ്രധാനമായിട്ട് നിക്കലിൽ നിന്ന് അറിയാനുള്ളത് അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറാണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1450 °C ആണ്. പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നു നിക്കൽ മാഗ്നറ്റൈസ് ചെയ്യും, അതുകൊണ്ട് അതിനെ ഫെറസിൻ്റെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. അയൺ പോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതുകൊണ്ട് നിക്കലിനെ നമ്മൾ ഫെറസ് ആയിട്ടും പറയും. ഓക്കെ, ഇൻ ദ മാനുഫാക്ചർ ഓഫ് പെർമനന്റ് മാഗ്നറ്റ് എ സ്പെഷ്യൽ നിക്കൽ സ്റ്റീൽ അലോയ് ഈസ് യൂസ്ഡ്. അപ്പോൾ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് സ്പെഷ്യൽ നിക്കൽ സ്റ്റീൽ അലോയ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. പക്ഷേ അവിടെ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊബാൾട്ട് ആണെന്ന് ഓർക്കണം. നമ്മൾ നിക്കൽ കാണാൻ നേരത്ത് നിക്കൽ സ്റ്റീൽ പോയി അറ്റൻഡ് ചെയ്യരുത്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ കൊബാൾട്ട് നമുക്ക് പഠിക്കാനുണ്ട്, കൊബാൾട്ട് സ്റ്റീൽ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നിക്കലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാര്യമാണ്, അത് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് യൂസ് ചെയ്യും. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇൻവാർ സ്റ്റീലിൽ നിക്കലിൻ്റെ അയൻ്റെയും പെർസെൻറ്റേജ്. ഓക്കെ, നിക്കൽ എന്ന് പറയുന്നത് 36%, അയൺ എന്ന് പറയുന്നത് 64% ആണ്. അപ്പോൾ ഈ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, പിന്നെ ഈ ഇൻവാർ സ്റ്റീൽ എന്ന് പറയുന്നത് ടഫാണ്, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. മെയിൻലി നമ്മൾ ഈ സർവേക്കൊക്കെ ഇൻവാർ ടേപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതാണ് ആ പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഇൻവാർ സ്റ്റീൽ യൂസ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ലീസ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ആണ് ഈ ഇൻവാർ സ്റ്റീൽ ടേപ്പിന് ഉള്ളത്. ലീസ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ നേരത്ത് ഇതിന് എക്സ്പാൻഷൻ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂസിൽ ആക്യുറസി കുറയത്തില്ല. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് സർവേക്കൊക്കെ യൂസ് ചെയ്യുന്നത്.
പിന്നെ പറഞ്ഞിരിക്കുന്നത് നിക്കൽ സ്റ്റീൽ അലോയ്സ് ആർ അവൈലബിൾ കണ്ടെയ്നിങ് നിക്കൽ ഫ്രം 2 to 50%. 2 to 50% വരെയുള്ള നിക്കൽ സ്റ്റീൽ അലോയ്സ് അവൈലബിൾ ആണ്. അധികം ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം നിക്കലിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ടെമ്പറേച്ചർ, പിന്നെ ഇൻവാർ സ്റ്റീലിൻ്റെ കാര്യം, അതിൻ്റെ ഇൻവാർ സ്റ്റീലിൽ നിക്കൽ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രോമിയോ ആണ്. ക്രോമിയോ എന്ന് പറയുന്നത് വെൻ ആഡഡ് ടു സ്റ്റീൽ കൊറോഷൻ റെസിസ്റ്റൻറ്റ് ഇമ്പ്രൂവ് ചെയ്യും, ടഫ്നെസ്, ഹാർഡനബിലിറ്റി. ഇതിൽ ഹാർഡനബിലിറ്റി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ക്രോമിയം ആഡ് ചെയ്യാൻ നേരത്ത് ഹാർഡ്നെസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്രോമിയം സ്റ്റീൽസ് ആർ അവൈലബിൾ വിച്ച് മേ കണ്ടെയ്ൻ ക്രോമിയം അപ് ടു 30%. അപ്പോൾ ഈ ക്രോമിയം സ്റ്റീൽസിൽ ക്രോമിയം നമുക്ക് 30% വരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്രോമിയം, നിക്കൽ, ടങ്സ്റ്റൻ ആൻഡ് മോളിബ്ഡിനം. അപ്പോൾ നമ്മൾ ഹൈ സ്പീഡ് സ്റ്റീലിലൊക്കെ കട്ടിംഗ് ടൂൾസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ക്രോമിയവും നിക്കലും ടങ്സ്റ്റനും മോളിബ്ഡിനവും. പിന്നെ അതുകൂടാതെ ഓട്ടോമൊബൈൽ കമ്പോണൻസ് ഉണ്ടാക്കുന്നതിനും ഈ ക്രോമിയം യൂസ് ചെയ്യാറുണ്ട്. ക്രോമിയം ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് കമ്പോണൻറ്റ്. ഇപ്പം ക്രോമിയം പ്ലേറ്റഡ് ആയിട്ടുള്ള വണ്ടികളുടെ ഫ്രണ്ടിലൊക്കെ കാണാം ഒരു സിൽവർ അപ്പിയറൻസ് ഉള്ള പഴയ വണ്ടികളൊക്കെ നോക്കിയാൽ മതി, അത് ഈ ക്രോമിയം പ്ലേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ സിലിണ്ടർ ലൈനേഴ്സ്, ഇപ്പോൾ എഞ്ചിൻ്റെ സിലിണ്ടർ ലൈനേഴ്സ് ക്രോമിയം പ്ലേറ്റഡ് ആണ്. അത് വെയർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ മേജർ കമ്പോണൻ്റ് ഏതൊക്കെയാണ് അലോയിങ് എലമെൻറ്റ്സ്? അതെന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ക്രോമിയവും നിക്കലും പിന്നെ അയണുമാണ്. ഓക്കെ, ക്രോമിയം, നിക്കൽ, അയൺ, ഇതാണ് അതിൻ്റെ കമ്പോസിഷൻ മെയിൻ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 13% ക്രോമിയം ആയിരിക്കും എന്ന് ഓർക്കുക. അതിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, പക്ഷേ നമുക്ക് നിമിയിൽ പറഞ്ഞിരിക്കുന്ന 13%. ക്രോമിയം നിക്കൽ സ്റ്റീൽ ഇസ് യൂസ്ഡ് ഫോർ ബിയറിങ്സ്. അപ്പോൾ ക്രോമിയം നിക്കൽ സ്റ്റീലിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടി, അത് ബിയറിങ്സിലും യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ക്രോം വനേഡിയം സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പാനേഴ്സ്, റഞ്ചസ്, ഹാൻഡ് ടൂൾസ് ലൈക്ക് സ്പാനേഴ്സ്, റഞ്ചസ്. സ്പാനേഴ്സ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രോപ്പ് ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ സ്പാനേഴ്സും റഞ്ചസും ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാംഗനീസ് ആണ്. മാംഗനീസിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെയിൻലി ഈ നമ്മുടെ പ്ലഫും ബ്ലേഡ്സും, ഓക്കെ, പ്ലഫും ബ്ലേഡ്സും ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ മെറ്റീരിയൽ ഇതാണ്, മാംഗനീസ് സ്റ്റീലാണ്. ഓക്കെ, അതായത് ഈ കലപ്പ നമ്മൾ മറ്റേ ടില്ലറൊക്കെ കണ്ടിട്ടില്ലേ, ക്യാംഗോയിലൊക്കെ യൂസ് ചെയ്യുന്ന, അതായത് ഈ പാടമൊക്കെ ഉഴുതുമറിക്കാനായിട്ട് നമ്മൾ പണ്ട് കലപ്പ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ന്യൂ വെർഷനാണ് നമ്മുടെ ഈ ടില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടില്ലറിൻ്റെ ബ്ലേഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മാംഗനീസ് സ്റ്റീൽ കൊണ്ടാണെന്ന് ഓർക്കുക. അപ്പോൾ മാംഗനീസ്, അഡീഷൻ ഓഫ് മാംഗനീസ് ടു സ്റ്റീൽ ഇൻക്രീസസ് ഹാർഡ്നെസ്. അപ്പോൾ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യും മാംഗനീസ് ആഡ് ചെയ്യാൻ നേരത്ത്. പിന്നെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, പക്ഷേ കൂളിംഗ് റേറ്റ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ്സും സ്ട്രെങ്തും ഇൻക്രീസ് ചെയ്യും, കൂളിംഗ് റേറ്റ് ഡിക്രീസ് ചെയ്യുന്ന ഓർക്കുക മാംഗനീസ് സ്റ്റീലിലോട്ട് ആഡ് ചെയ്യാൻ നേരത്ത്. മാംഗനീസ് സ്റ്റീൽ ക്യാൻ ബി യൂസ്ഡ് ടു ഹാർഡൻ ദ ഔട്ടർ സർഫസ് ഓഫ് പ്രൊവൈഡിങ് എ വെയർ റെസ്റ്റിംഗ് സർഫസ് വിത്ത് ടഫ് കോർ. അതായത് ഒരു കേസ് ഹാർഡനിങ് പോലെ, അതായത് ഇപ്പോൾ ഒരു സർഫസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഔട്ടർ സർഫസ് നമുക്ക് ഹാർഡൻ ആയിട്ടുള്ള ഒരു സർഫസും ഇന്നർ ടഫ് അല്ലെങ്കിൽ ഡക്റ്റൈൽ ആയിട്ടുള്ളൊരു സോഫ്റ്റ് സർഫസും ആയിരിക്കും. അപ്പോൾ ആ മുകളിലത്തെ സർഫസ് നമുക്ക് ഹാർഡൻ ആക്കാൻ വേണ്ടി നമ്മൾ മാംഗനീസ് സ്റ്റീൽ യൂസ് ചെയ്യുന്ന ഓർക്കുക. പിന്നെ മാംഗനീസ് സ്റ്റീൽ കണ്ടെയ്നിങ് അബൌട്ട് 14% മാംഗനീസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, ഇതാണ് അതിലെ പോയിന്റ്. 14% മാംഗനീസ് ഉള്ള മാംഗനീസ് സ്റ്റീൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ് ലൈക്ക് പ്ലഫ് ആൻഡ് ബ്ലേഡ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. അഡീഷൻ ഓഫ് സിലിക്കൺ ഫോർ അലോയിങ് വിത്ത് സ്റ്റീൽ ഇംപ്രൂവ്സ് റെസിസ്റ്റൻസ് ടു ഹൈ ടെമ്പറേച്ചർ ഓക്സിഡേഷൻ. ഇപ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇപ്പം നമ്മൾ സ്റ്റീൽ ഹീറ്റ് ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചറിലാണ് നേരത്തെ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓക്സിഡേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഈ സിലിക്കൺ ആഡ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും. ഓക്കെ, പിന്നെ സിലിക്കൻ്റെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് കാസ്റ്റൈൻ്റെ കേസാണ്. ഓക്കെ, ഇത് ഹൈ ടെമ്പറേച്ചർ ഓക്സിഡേഷനെ റെസിസ്റ്റ് ചെയ്യുമെന്ന് അറിയുക സിലിക്കൺ ആഡ് ചെയ്യാൻ നേരത്ത്. പിന്നെ ഓൾസോ ഇംപ്രൂവ്സ് ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യും. പിന്നെ കൊറോഷന് എതിരെ റെസിസ്റ്റ് ചെയ്യും. സിലിക്കൺ അലോയ്ഡ് സ്റ്റീൽസ് ആർ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് സ്പ്രിങ്. അപ്പോൾ സിലിക്കൺ സ്റ്റീല് സ്പ്രിങ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, ഡ്യൂ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ കാസ്റ്റൈൻ കണ്ടെയ്ൻസ് അബൌട്ട് 2.5%. അപ്പോൾ കാസ്റ്റൈനിൽ സിലിക്കൺ 2.5%. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഹെൽപ്സ് ദ ഫോർമേഷൻ ഓഫ് ഫ്രീ ഗ്രാഫൈറ്റ് വിച്ച് പ്രൊമോട്ട്സ് ദ മെഷീനബിലിറ്റി ഓഫ് കാസ്റ്റൈൻ. അപ്പോൾ ഈ കാസ്റ്റൈൻ എന്ന് പറയുന്നത് ഒരു ബ്രിറ്റിൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്.
അപ്പോൾ അതിൻ്റെ മെഷീനബിലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സിലിക്കൺ 2.5% ആഡ് ചെയ്യുമെന്ന് ഓർക്കുക. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2.5% സിലിക്കൺ, ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അലോയിങ് എലമെൻ്റ് ആണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ 3380, നോട്ട് ചെയ്ത് വെച്ചേക്കുക, 3380. ഇതെന്ന് പറയുന്നത് നമുക്ക് തിൻ വയറായിട്ട് ഡ്രോൺ ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ബൾബിൻ്റെ ഫിലമെൻറ്റ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് ബൾബിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് HSS ഹൈ സ്പീഡ് സ്റ്റീലിൽ യൂസ് ചെയ്യും. ഹൈ സ്പീഡ് സ്റ്റീലിലെ സാധാ ഒരു ജനറൽ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ക്രോമിയം വനേഡിയം, അതിൽ ടങ്സ്റ്റൺ 18, ക്രോമിയം 4, വനേഡിയം 1, TCV എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം അതിൻ്റെ തന്നെ വെറൈറ്റി വേറെയും ഹൈ സ്പീഡ് നമുക്ക് പഠിക്കാനുണ്ട്. ജനറൽ ആയിട്ടുള്ള ഹൈ സ്പീഡ് സ്റ്റീലിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് 1841 ആണെന്ന് ഓർക്കുക. പിന്നെ സ്റ്റെലൈറ്റ്, ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെലൈറ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റെലൈറ്റ് എന്ന് പറയുന്നത് അതിൽ 30% ക്രോമിയം, 20% ടങ്സ്റ്റൺ, 1 to 4% കാർബൺ ആൻഡ് ബാലൻസ് കൊബാൾട്ട്. അപ്പോൾ സ്റ്റെലൈറ്റിൻ്റെ കമ്പോണൻ്റ് ഏതൊക്കെയാണ്? അതിൽ ക്രോമിയം ഉണ്ട്, ടങ്സ്റ്റൺ എന്ന് പറയുന്നത് W ആണ്, വോൾഫ്രം എന്നാണ് അതിന് പറയുന്നത്, പിന്നെ കാർബൺ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെലൈറ്റിൻ്റെയൊക്കെ കമ്പോണൻ്റ് ഏതാണെന്ന് പെർസെൻറ്റേജ് അറിഞ്ഞില്ലെങ്കിലും ഈ കമ്പോണൻ്റ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വനേഡിയം ആണ്. വനേഡിയം എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ടഫ്നെസ്സിനെ ഇമ്പ്രൂവ് ചെയ്യും. വനേഡിയം സ്റ്റീൽ ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗിയേഴ്സ്, ടൂൾസ് എക്സെട്ര. അപ്പോൾ വനേഡിയം സ്റ്റീൽസ് ഗിയേഴ്സ്, ടൂൾസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതായത് നേരത്തെ ഹൈ സ്പീഡ് സ്റ്റീൽ പറഞ്ഞല്ലോ, അതിൽ വനേഡിയം ഉണ്ടെന്ന് അറിയാം. വനേഡിയം ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് എ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ടൂൾ സ്റ്റീൽ. അപ്പോൾ ടൂൾ സ്റ്റീലിന് ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വനേഡിയം ആണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ക്രോം വനേഡിയം സ്റ്റീൽ. ക്രോം വനേഡിയം സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ എന്തുണ്ടാക്കാനായിരുന്നു? ഓക്കെ, ഹാൻഡ് ടൂൾസ് ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്തത്, സ്പാനർ, റഞ്ചസ്. അപ്പോൾ അതിൽ 0.5 to 1.5% ക്രോമിയം ആയിരിക്കും, 0.15 to 0.3% വനേഡിയം ആയിരിക്കും, 0.13 to 1.12 കാർബൺ ആയിരിക്കും. ആ ജസ്റ്റ് ഈ പെർസെൻറ്റേജ് ചോദിക്കാറില്ല. ക്രോം വനേഡിയം സ്റ്റീലിൽ എന്തൊക്കെയാണ് കമ്പോണൻ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ക്രോമിയം ഉണ്ട്, വനേഡിയം ഉണ്ട്, പിന്നെ കാർബണിൻ്റെ പെർസെൻറ്റേജ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും ഇതുവരെ PSC ചോദിച്ചിട്ടുള്ളത്. ഡ്രോപ്പ് ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ എന്ന് പറയുന്നത് സ്പാനേഴ്സ്, റഞ്ചസ് ഉണ്ടാക്കാനാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദിസ് അലോയ് ഹാസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ ഈ അലോയ്ക്ക് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണുള്ളത്. എലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ഡക്റ്റിലിറ്റി. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്തും എലാസ്റ്റിക് ലിമിറ്റും ഡക്റ്റിലിറ്റിയും ഈ വനേഡിയം സ്റ്റീലിന് കൂടുതലാണെന്ന് ഓർക്കുക. പിന്നെ ഇത് സ്പ്രിങ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും, ഗിയർ, ഷാഫ്റ്റ്, ഡ്രോപ്പ് ഫോർജ്ഡ് കമ്പോണൻറ്റ്. ഓക്കെ, പിന്നെ നേരത്തെ ഹൈ സ്പീഡ് സ്റ്റീലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ വനേഡിയം ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഹൈ സ്പീഡ് സ്റ്റീലാണ്. അതിൽ 10% വനേഡിയം കാണും. നേരത്തെ പറഞ്ഞ വനേഡിയം 1% ആയിരുന്നെങ്കിൽ ഇതിൽ 10% വനേഡിയം കാണുമെന്ന് ഓർക്കുക. വനേഡിയം ഹൈ സ്പീഡ് സ്റ്റീൽ കണ്ടെയ്ൻസ് 0.7% കാർബൺ. ദിസ് ഈസ് കൺസിഡർഡ് ആസ് സുപ്പീരിയർ ഹൈ സ്പീഡ് സ്റ്റീൽ. അപ്പോൾ സുപ്പീരിയർ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ ഒരു ടേമും കൂടെ നമ്മൾ പഠിച്ചു. അപ്പോൾ സുപ്പീരിയർ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10% വനേഡിയം ആണ്, ബാക്കി ടങ്സ്റ്റൺ, ക്രോമിയം ഒക്കെ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൊബാൾട്ടാണ്. കൊബാൾട്ടിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 1495. ഓക്കെ, ദിസ് ക്യാൻ റീറ്റെയിൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് വെയർ റെസിസ്റ്റൻസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് കൊബാൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് വെയർ റെസിസ്റ്റൻസ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും വെയർ റെസിസ്റ്റൻസും കാണിക്കും. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1495. നമ്മുടെ നിക്കലിൻ്റെ അത് 1450 നോക്കുക. കൊബാൾട്ട് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് മാഗ്നറ്റ്, ബോൾ ബിയറിങ്സ്, കട്ടിംഗ് ടൂൾസ് എക്സെട്ര. കൊബാൾട്ട് ഹൈ സ്പീഡ് സ്റ്റീൽ ഉണ്ട്. നേരത്തെ പറഞ്ഞത് വനേഡിയം ഹൈ സ്പീഡ് സ്റ്റീൽ ആയിരുന്നു. അതിനെ പറയുന്ന മറ്റൊരു പേര് സുപ്പീരിയർ ഹൈ സ്പീഡ് സ്റ്റീൽ എന്നായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ പറയുന്നത് സൂപ്പർ ഹൈ സ്പീഡ് സ്റ്റീലാണ്. രണ്ടും മാറിപ്പോരുത്. സൂപ്പർ ഹൈ സ്പീഡ് സ്റ്റീൽ അതിൽ 5 to 8% കൊബാൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് ബെറ്റർ ഹാർഡ്നെസ് ആൻഡ് വെയർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. 18% ടങ്സ്റ്റൺ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൊളിബ്ഡീനോ ആണ്. മൊളിബ്ഡീനോ എന്ന് പറയുന്നതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2620 ആണ്. ദിസ് ഗീവ്സ് ഹൈ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് സോഫ്റ്റനിങ് വെൻ ഹീറ്റഡ്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യാൻ നേരത്ത് മെറ്റൽ സോഫ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ആ സോഫ്റ്റ്നെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഈ മൊളിബ്ഡീനോ ആഡ് ചെയ്യാൻ നേരത്ത് കിട്ടും. മൊളിബ്ഡീനം ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്ന വേറൊരു ഹൈ സ്പീഡ് സ്റ്റീൽ ഉണ്ട്. അതിൽ 6% മൊളിബ്ഡീനോ ആയിരിക്കും, 6% ടങ്സ്റ്റൺ ആയിരിക്കും, 4% ക്രോമിയം, 2% വനേഡിയം ആണ്.
ദിസ് ഹൈ സ്പീഡ് സ്റ്റീൽ ഇസ് വെരി ടഫ് ആൻഡ് ഹാസ് ഗുഡ് കട്ടിംഗ് എബിലിറ്റി. അപ്പോൾ മൊളിബ്ഡിനം ഹൈ സ്പീഡ് സ്റ്റീലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് നമ്മൾ ഓർത്തിരിക്കുക. അതിൽ 6% മൊളിബ്ഡിനം, 6% ടങ്സ്റ്റൺ, 4% ക്രോമിയം, 2% വനേഡിയം. 6642 എന്ന് ഓർക്കുക. 6642 അതിൽ മൊളിബ്ഡിനം, ടങ്സ്റ്റൺ, ക്രോമിയം, വനേഡിയം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി നമുക്ക് അതിൻ്റെ അലോയ്സ് വേറെ പഠിക്കാനുണ്ട് സ്റ്റീലിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇത് അതിൻ്റെ ബേസിക് ആയിരുന്നു. ഓക്കെ, ഇനി അത് കൂടാതെ വരുന്നതാണ് കാഡ്മിയം. കാഡ്മിയത്തിൻ്റെത് 320 ആണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. ഇത് സ്റ്റീൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് അലോയിങ് നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ്. അപ്പം നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് സിലബസിൽ. ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് കോപ്പർ ആൻഡ് ഇറ്റ്സ് അലോയ്സ് ആണ്. കോപ്പർ. ഓക്കെ, കോപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ അലോയ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെറ്റൽസ് വിത്തൗട്ട് അയൺ ആർ കോൾഡ് നോൺ ഫെറസ് മെറ്റൽസ്. കോപ്പർ, അലൂമിനിയം, സിങ്ക്, ലെഡൊക്കെ ടിന്ന് അതിന് ഉദാഹരണങ്ങളാണ്. ഫസ്റ്റ് വൺ കോപ്പർ. കോപ്പറിൻ്റെ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓറാണ്. മാലക്കേറ്റും പൈറേറ്റും. അതിൽ മാലക്കേറ്റിൽ എന്ന് പറഞ്ഞാൽ 55% കോപ്പർ ആയിരിക്കും. പൈറേറ്റ്സിൽ 32% ആയിരിക്കും കോപ്പർ. അപ്പോൾ രണ്ട് വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. മാലക്കേറ്റും പൈറേറ്റ്സും കോപ്പറിൻ്റെ ഓറാണെന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ പ്രോപ്പർട്ടീസ് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ കോപ്പറിൻ്റെ കളറ് റെഡിഷ് ഇൻ കളറാണ്. കോപ്പർ നമുക്ക് അതിൻ്റെ കളർ വെച്ച് ഈസിലി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. പിന്നെ സ്ട്രക്ചറിൻ്റെ കാര്യം. അപ്പോൾ അതിന് ഫ്രാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാനുലാർ സ്ട്രക്ചർ ആയിരിക്കും. ഫോർജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൈബ്രസ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. മെയിൻലി അതിൻ്റെ കളർ ഓർക്കുക, റെഡിഷ് കളറാണ്. പിന്നെ അത് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ ഗ്രാനുലാർ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. ഫോർജ്ഡ്, ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റോൾഡ്, നമ്മൾ രണ്ട് റോളേഴ്സിൻ്റെ ഇടയിൽ കൂടെ ഇതിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ഫൈബ്രസ് സ്ട്രക്ചർ ആണെന്നും ഓർക്കുക. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടിയാണ് മാല്യബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി. ഇറ്റ് ഈസ് വെരി മാല്യബിൾ ആൻഡ് ഡക്റ്റൈൽ. ഇതിനെ നമുക്ക് ഷീറ്റായിട്ടും വയറായിട്ടും മാറ്റാൻ പറ്റും. മാല്യബിലിറ്റി എന്ന് വെച്ചാൽ അടിച്ച് പരത്താൻ പറ്റുന്ന പ്രോപ്പർട്ടി. ഡക്റ്റിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിൻ വയറായിട്ട് ഡ്രോൺ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി. അപ്പോൾ കോപ്പർ എന്ന് പറയുന്ന മാല്യബിളും ഡക്റ്റൈലും ആണ്. ഇപ്പോൾ 2 പോയിന്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. കോപ്പർ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കേബിളായിട്ടും ഇലക്ട്രിക്കൽ അപ്പാരറ്റസിൻ്റെ പാർട്സ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം അത് കറണ്ട് കടത്തി വിടുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഹീറ്റിനെയും കടത്തി വിടും. ഓക്കെ, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ് ഹൈലി. ഈ റീസൺ മൂലം ഇത് ബോയിലറിൽ ഫയർ ബോക്സസ് ഉണ്ടാക്കാനും വാട്ടർ ഹീറ്റിംഗ് അപ്പാരറ്റസ്, പിന്നെ വാട്ടർ പൈപ്പ്സ്, പിന്നെ വെസൽസ് ഉണ്ടാക്കാൻ, ബ്രൂവറിയില്ലേ നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുന്ന ബ്രൂവറി, ബിയറൊക്കെ ഉണ്ടാക്കുന്ന ബ്രൂവറി, കെമിക്കൽ പ്ലാന്റ്സിലൊക്കെ ഈ കോപ്പർ യൂസ് ചെയ്യും. പിന്നെ കോപ്പർ സോൾഡറിങ് അയൺ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. അതായത് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കോപ്പർ ബിറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് 1083 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാവരും ചിലപ്പോൾ വിട്ടുകളയുന്ന ഒരു ഏരിയ ആയിരിക്കും. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോപ്പർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഹാമറിങ് ഓർ റോളിങ്. ഇതിങ്ങനെ തന്നെ ചോദിക്കും. ടെൻസൈൽ സ്ട്രെങ്ത് ഹാമർ ചെയ്യാൻ നേരത്തും റോൾ ചെയ്യാൻ നേരത്തും ഇൻക്രീസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിക്കും. ടെൻസൈൽ സ്ട്രെങ്ത്. ഫസ്റ്റ് ഓപ്ഷൻ മൈൽഡ് സ്റ്റീൽ ആയിരിക്കും. അതായിരിക്കും പോയി കുത്തുന്നത്. തെറ്റാണ്. ആൻസർ കോപ്പർ ആണ്. അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോപ്പർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഹാമറിങ് ഓർ റോളിങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ അലോയ്സ് ആണ്. ഇപ്പോൾ കോപ്പറിൻ്റെ അലോയ്സിൽ ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ബ്രാസ് ആണ്. ബ്രാസും ബ്രോൺസും തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് സീബ്ര എന്ന് ഓർത്താൽ മതി. ഓക്കെ, ബ്രാസിൽ സിങ്ക് ആണെന്ന് ഓർക്കാനായിട്ടാണ്. ഓക്കെ, ഫോർ സർട്ടൻ ടൈപ്സ് ഓഫ് ബ്രാസ്. അപ്പം ബ്രാസ് എന്ന് പറയുന്നത് കോപ്പർ പ്ലസ് സിങ്ക് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഫോർ സർട്ടൻ ടൈപ്സ് ഓഫ് ബ്രാസ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ടിൻ ഓർ ലെഡ് ആർ ആഡഡ്. അതെ, ചില ഇതിൽ ടിന്നും ലെഡൊക്കെ ആഡ് ചെയ്യാറുണ്ട് ബ്രാസിൻ്റെ. കളർ ഓഫ് ബ്രാസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് അലോയിങ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ആ സിങ്ക് എത്രയും ചേർക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ ബ്രാസിൻ്റെ കളർ വരുന്നത്. കളർ ഇസ് യെല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ കോപ്പർ ആണെങ്കിൽ ഒരു യെല്ലോ കളർ ആയിരിക്കും. പിന്നെയും കുറച്ചും കൂടെ നമ്മൾ സിങ്ക് ചേർക്കുകയാണെങ്കിൽ ലൈറ്റ് യെല്ലോ ആയിരിക്കും. കൂടുതൽ സിങ്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയർലി വൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബ്രാസിൻ്റെ കളർ വരുന്ന യെല്ലോ ആയിരിക്കാം, ലൈറ്റ് യെല്ലോ ആയിരിക്കാം, നിയർലി വൈറ്റ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി ഈസിലി മെഷീൻഡ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ബ്രാസ് നമുക്ക് ഈസിലി മെഷീൻ ചെയ്യാൻ പറ്റും. ബ്രാസ് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ,
പിന്നെ ബ്രാസ് ഈസ് വൈഡ്ലി യൂസ് ഫോർ മേക്കിംഗ് മോട്ടോർ കാർ, റേഡിയേറ്റർ കോർ ആൻഡ് വാട്ടർ ടാപ്സ്. അപ്പോൾ ബ്രാസിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടി. മോട്ടോർ കാറിൻ്റെ റേഡിയേറ്റർ കോറും വാട്ടർ ടാപ്പൊക്കെ ഉണ്ടാക്കാനായിട്ടാണ്. നമ്മൾ പിച്ചള വാട്ടർ ടാപ്പൊക്കെ കണ്ടിട്ടില്ലേ പണ്ടത്തെ, അതാണ് പിച്ചള പിത്തള ആ രീതിയിലൊക്കെ പറയും പല നാട്ടിൽ. അപ്പം പിന്നെ റേഡിയേറ്റർ കോർ, കാറിൻ്റെ റേഡിയേറ്റർ, അതിൻ്റെ കോറൊക്കെ ബ്രാസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് ഗ്യാസ് വെൽഡിങ്ങിന് യൂസ് ചെയ്യും, ഹാർഡ് സോൾഡറിങ്, ബ്രേസിങ്, ഓക്കെ, അതിന് ബ്രാസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 880 to 930 ചില ടൈമിൽ അത് 983 നമ്മുടെ PSCയിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ബ്രാസസ് ഓഫ് ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ആർ മെയ്ഡ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻ. ബ്രാസസ് ഡിഫറെൻറ്റ് കോമ്പോസിഷനിൽ വേരിയസ് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബ്രാസിൻ്റെ വേറൊരു ഫോമാണ്, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബ്രാസിൻ്റെ വേറൊരു ഫോമാണ് മുൺസ് മെറ്റൽ എന്ന് പറയും. മുൺസ് മെറ്റൽ, അതിനെ യെല്ലോ ബ്രാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, യെല്ലോ ബ്രാസ്. അപ്പം മുൺസ് മെറ്റലിൻ്റെ കമ്പോണൻ്റ് ഏതാണെന്ന് ചോദിക്കും. അത് കോപ്പർ, സിങ്ക് ആണ്. അതിൽ സിങ്കിൻ്റെ പെർസെൻറ്റേജ് 40% ആണ്, കോപ്പർ എന്ന് പറയുന്നത് 60% ആണ്. ഓക്കെ, അപ്പോൾ മുൺസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ യെല്ലോ ബ്രാസ് ആണെന്നും അതിൻ്റെ സിങ്കിൻ്റെ കണ്ടൻറ്റ് 40% ആണെന്നും 60% ആണ് കോപ്പറിൻ്റെ കണ്ടൻറ്റ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മുൻസ് മെറ്റലിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഓക്കെ, PSC ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. പിന്നെ ജർമ്മൻ സിൽവർ, അതിന് പറയുന്ന മറ്റൊരു പേര് നിക്കൽ ബ്രാസ് എന്നാണ്. ഓക്കെ, അപ്പം നിക്കൽ ബ്രാസ് എന്ന് പറയുന്നത് ജർമ്മൻ സിൽവർ. ഓക്കെ, കോപ്പറിൻ്റെ അലോയ് ആണ് ജർമ്മൻ സിൽവർ എന്നുള്ള കാര്യം ഓർക്കുക. അതിൽ 60% കോപ്പർ ആയിരിക്കും, 35% സിങ്ക് ആയിരിക്കും, ഒരു 5% നിക്കലും കാണും. അതുകൊണ്ടാണ് അതിനെ നിക്കൽ ബ്രാസ് എന്ന് പറയുന്നത്. അതായത് ബ്രാസിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള കോപ്പറും സിങ്കും ഉണ്ടെന്ന് ഓർക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു നിക്കലും കൂടെ വന്നിട്ടുണ്ട്, അതിനാണ് നിക്കൽ ബ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെയും കുറേ തരം ബ്രാസുകളുണ്ട്, പക്ഷെ നമുക്ക് തൽക്കാലം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും അലോയാണ്. കോപ്പർ ആൻഡ് ടിന്ന്, കോപ്പർ പ്ലസ് ടിന്നാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. ബ്രോൺസ് എന്ന് പറയുന്നത് വെങ്കലം. ഓക്കെ, ഇപ്പോൾ ഒരു വെങ്കല മെഡൽ നമ്മൾ കിട്ടിയത് ടിന്നിലിട്ട് വെച്ചിരിക്കുകയാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും ആണെന്ന് അറിയുക. സംടൈംസ് സിങ്ക് ഈസ് ഓൾസോ ആഡഡ് ഫോർ അച്ചീവിങ് സർട്ടൻ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്. ചില സമയങ്ങളിൽ നമ്മൾ സിങ്കും കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് ടു യെല്ലോ ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രോൺസ് 1005 ആണ്. ഇത് ബ്രാസിനേക്കാളിൽ ഹാർഡറാണ് ബ്രോൺസ്. ഇത് ഷാർപ്പ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഈസിലി മെഷീൻ ചെയ്യാം. ചിപ്പ് പ്രൊഡ്യൂസീസ് ഗ്രാനുലർ, ഗ്രാനുലർ ആയിട്ടുള്ള ചിപ്പായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന. സ്പെഷ്യൽ ബ്രോൺസ് അലോയ്സ് ആർ യൂസ്ഡ് ഫോർ ബ്രേസിംഗ് റോഡ്സ്. അപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രോൺസ് അലോയ്സ് ബ്രേസിംഗ് റോഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബ്രോൺസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോസിഷൻസ് ആർ അവൈലബിൾ ഫോർ വേരിയസ് ആപ്ലിക്കേഷൻ. ബ്രോൺസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഫോസ്ഫർ ബ്രോൺസ്, ഓക്കെ, അതൊക്കെ അലുമിനിയം ബ്രോൺസ് ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനായിട്ട് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രോൺസിൻ്റെ കൂടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വേറൊരു അലോയാണ് ഗൺമെറ്റൽ. ഓക്കെ, ഗൺമെറ്റൽ എന്ന് പറയുന്നത് അതിൽ കോപ്പർ കാണും, ടിന്ന് കാണും, സിങ്കും കാണും. ഓക്കെ, അതിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് കോപ്പർ 88%, ടിന്നെന്ന് പറയുന്നത് 10%, സിങ്ക് എന്ന് പറയുന്നത് 2%. അപ്പോൾ ഗൺമെറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. കോപ്പർ 88%, ടിൻ എന്ന് പറയുന്നത് 10%, അതിൻ്റെ കൂടെ സിങ്കും കൂടെ വരും. ബ്രോൺസ് പ്ലസ് സിങ്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് സിങ്ക് എന്ന് പറഞ്ഞാൽ 2% ആണെന്ന് ഓർക്കുക. പിന്നെ ഫോസ്ഫർ ബ്രോൺസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതിലെന്ന് പറയുന്നത് ഫോസ്ഫർ ബ്രോൺസ് കോപ്പർ ടിൻ അലോയ്സ് ആണ്. 5 to 10% ഓഫ് ടിന്നാണ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് 0.1 to 1.5% ഫോസ്ഫറസ് കാണും, റെസ്റ്റ് കോപ്പർ ആയിരിക്കും. ഫോസ്ഫർ ബ്രോൺസും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ.
ഫോസ്ഫർ ബ്രോൺസിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാറുള്ളൂ, ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇപ്പോൾ ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയാൻ നേരത്ത് അതിൽ 5 to 20% ടിന്നാണ്, 0.1 to 1.5% ഫോസ്ഫറസ് ആണ്. ഓക്കെ, ബാക്കി കോപ്പറാണ്. ഇത് ബിയറിംഗ് ഉണ്ടാക്കാനും പമ്പ് പാർട്സ്, ഗിയേഴ്സ്, സ്പ്രിങ്, ഓക്കെ, അതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ലെഡ് ആൻഡ് ഇറ്റ്സ് അലോയ്സ് ആണ്. ലെഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് അതിൻ്റെ ഓറിനെ കുറിച്ചാണ്. ഓക്കെ, ലെഡിൻ്റെ ഓർ എന്ന് പറയുന്നത് ഗലീനയാണ്. ഓക്കെ, പിന്നെ ഹെവി മെറ്റലാണിത്. ലെഡ് ഈസ് ഹെവി മെറ്റൽ, സിൽവറി ഇൻ കളർ വെൻ മോൾട്ടൺ. ഉരുകാൻ നേരത്തിന് സിൽവർ കളറായിരിക്കും. സോഫ്റ്റ് ആണ്, മാല്യബിൾ ആണ്, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. അത് ആപ്ലിക്കേഷൻ ന്യൂക്ലിയർ റിയാക്ടറിൽ ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ലെഡ് ആണെന്ന് ഓർക്കുക. ലെഡ് ഈസ് റെസിസ്റ്റൻറ്റ് ടു മെനി ആസിഡ്സ് ലൈക്ക് സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇത് ആസിഡ് റെസിസ്റ്റൻറ്റും ആണെന്ന് ഓർക്കുക ലെഡ് എന്ന് പറയുന്നത്. ഇത് കാർ ബാറ്ററീസിൽ യൂസ് ചെയ്യും. ലെഡ് ആസിഡ് ബാറ്ററീസ് എന്ന് നമ്മൾ കേട്ടില്ലേ, ലെഡ് ആസിഡ് ബാറ്ററീസ്, അതിൽ സൾഫ്യൂരിക് ആസിഡാണ് ആസിഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സോൾഡേഴ്സിൻ്റെ കമ്പോണൻറ്റിൽ വരുന്നതാണ് ലെഡ്. ടിന്നും ലെഡും കൂടെ ചേരുന്നതാണ് സോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പെയിൻറ്റ്. ലെഡ് പെയിൻറ്റ്സ് ഉണ്ട്, അപ്പം പെയിൻറ്റിൻ്റെ പ്രിപ്പറേഷനും ലെഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ലെഡിൻ്റെ ഓർ ഗലീന ആണെന്ന് ഓർക്കുക. ഹെവി മെറ്റലാണ്, സിൽവർ ഇൻ കളറാണ്, സോഫ്റ്റ് ആൻഡ് മാല്യബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ന്യൂക്ലിയർ റിയാക്ടറിൽ റേഡിയേഷൻ തടയാനായിട്ട് ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലെഡ് ആസിഡ് ബാറ്ററീസിൻ്റെ കാര്യം ഓർക്കുക. പിന്നെ ഇത് ആസിഡിനെ റെസിസ്റ്റ് ചെയ്യും, സൾഫ്യൂരിക് ആസിഡിനെ, ഹൈഡ്രോക്ലോറിക് ആസിഡിനെ. സോൾഡറിലെ മേജർ കമ്പൗണ്ടാണ് ടിന്നും ലെഡും. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ അലോയ്സിനെ കുറിച്ചാണ് അറിയേണ്ടത്. ബാബിറ്റ് മെറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബാബിറ്റ് മെറ്റലിൻ്റെ കമ്പോണൻറ്റ് അറിഞ്ഞിരിക്കണം. ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്നത് ലെഡ് ഉണ്ട്, ടിന്നുണ്ട്, കോപ്പർ ഉണ്ട്, ആൻറ്റിമണി ഉണ്ട്. ഇത് എളുപ്പത്തിൽ ഓർത്ത് വെക്കാനായിട്ട് നമ്മുടെ ഒരു ആൻറ്റി. ഓക്കെ, ലെഡു ടിന്നിലിട്ടുകൊണ്ട് വന്നു, എന്നിട്ട് നമ്മളെ കൊതിപ്പിച്ചു എന്നുള്ളത് കോപ്പർ. ഓക്കെ, ആ രീതിയിൽ എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ബാബിറ്റ് മെറ്റൽ മറന്നു പോയിരിക്കാൻ. നമ്മുടെ ആൻറ്റി ലെഡു ടിന്നിലിട്ടുകൊണ്ട് വന്നിട്ട് നമ്മളെ കൊതിപ്പിച്ചു, കോപ്പർ. ഓക്കെ, ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് ആൻറ്റി ഫ്രിക്ഷൻ അലോയ്. ഇത് സോഫ്റ്റ് ആണ്, ആൻറ്റി ഫ്രിക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ബിയറിങ്സിൽ യൂസ് ചെയ്യും. അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്യുക, ബിയറിങ്സ്. ആൻഡ് അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിൻ ഈസ് യൂസ്ഡ് ആസ് സോഫ്റ്റ് സോൾഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡും ടിന്നും ആണെന്ന് ഓർക്കുക. ഓക്കെ, നമുക്ക് സോൾഡറിങ്ങിൽ അത് പഠിക്കാനുണ്ട്. ലെഡ് ആൻഡ് ടിന്നാണ് സോഫ്റ്റ് സോൾഡറിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് പഠിക്കാനുള്ളത് സിങ്ക് ആൻഡ് ഇറ്റ്സ് അലോയ്സ് ആണ്. ഇപ്പോൾ സിങ്കും അലോയ്സും. സിങ്കിൽ നിന്ന് മെയിൻലി ചോദിക്കുന്നത് GI ഷീറ്റിൻ്റെ കാര്യമായിരിക്കും. ഓക്കെ, അപ്പം സിങ്ക് എന്ന് പറയുന്നത് കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു, സ്റ്റീൽ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. സ്റ്റീൽ ബക്കറ്റ്, GI റൂഫിംഗ് ഷീറ്റ്, ഗാൽവനൈസ്ഡ് റൂഫിംഗ് ഷീറ്റൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കലാമിനാണ് ഓറെന്ന് ഓർക്കുക. കലാമിൻ ഓർ സിങ്ക് ബ്ലെൻഡ്. ഓക്കെ, കലാമിൻ ഓർ ബ്ലെൻഡ് എന്ന് ഓർക്കുക. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 420 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബ്രിറ്റിലാണ്, സോഫ്റ്റ് ആൻഡ് ഓൺ ഹീറ്റിംഗ്. ബ്രിറ്റിലാണ്, പക്ഷേ ഹീറ്റ് ചെയ്യാൻ നേരത്ത് സോഫ്റ്റിനായിട്ട് മാറും. കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബാറ്ററി കണ്ടെയ്നറിൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റൂഫിംഗ് ഷീറ്റിൽ കോട്ടിങ്ങിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഗാൽവനൈസ്ഡ് ആൻഡ് ഷീറ്റിൽ സിങ്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ GI ഷീറ്റിൽ ഏതാ കോട്ട് ചെയ്തിരിക്കും? ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും, അത് സിങ്കാണ്. ഇത് PYQ ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക അറിയത്തില്ലെങ്കിൽ. ഓക്കെ, പിന്നെ അടുത്തത് ടിൻ ആൻഡ് ഇറ്റ്സ് അലോയ്സ്. അപ്പോൾ ആദ്യം അറിയേണ്ടതിൻ്റെ ഓറിനെ കുറിച്ചാണ്. കാസിട്രൈറ്റ് അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ ആണ് ടിന്നിൻ്റെ ഓർ എന്നറിയുക. ഇതിനൊരു സിൽവറി വൈറ്റ് ഇൻ അപ്പിയറൻസ്. കാരണം ഇത് ചോദിക്കുന്നത് ഇതിൻ്റെ കളറൊക്കെ വെച്ച് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സിൽവറി വൈറ്റ് ഇൻ അപ്പിയറൻസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് 231 ആണ്. സോഫ്റ്റ് ആണ്, ഹൈലി കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്നതും സ്റ്റീൽ ഷീറ്റിൽ കോട്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫുഡ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നർ. അപ്പോൾ നമ്മൾ ടിൻഡ് ഫുഡില്ലേ, ഇപ്പോൾ നമുക്ക് ടിന്നിൽ വരുന്ന അതെല്ലാം ഈ ടിന്നു കൊണ്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ചെറിയ ഹാംഫുൾ വന്നതുകൊണ്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് വിത്ത് അതർ മെറ്റൽസ് ടു ഫോം അലോയ്സ്. ഓക്കെ, ഇപ്പം ടിന്നും കോപ്പറുമായിട്ട് ചേരാണെങ്കിൽ നമുക്ക് ബ്രോൺസ് കിട്ടും. ടിന്ന് ലെഡായിട്ട് ചേരാണെങ്കിൽ സോൾഡർ കിട്ടും. ടിന്ന് കോപ്പർ ലെഡ് ആൻറ്റിമണി ടു ഫോം ബാബിറ്റ് മെറ്റൽ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അലുമിനിയം. അലുമിനിയം എന്ന് പറയുന്നത്
എർത്ത് ക്രസ്റ്റിൽ അബണ്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് വേണേൽ ചോദിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ അയൺ ആയിരിക്കും. ഓക്കെ, അലൂമിനിയം ആണ് ആൻസർ. അതിൻ്റെ ഓറ് ബോക്സൈറ്റ്. പിന്നെ അതിൻ്റെ കളർ വൈറ്റ് അല്ലെങ്കിൽ വൈറ്റിഷ് ഗ്രേ കളറായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ മെൽറ്റിംഗ് പോയിന്റ് 660 ആണ്, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി ഹൈ ആയിരിക്കും. സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ ആണ്. ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ഓക്കെ, വലിച്ചു നീട്ടാൻ പറ്റത്തില്ല. ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിലും ഫാബ്രിക്കേഷൻ വർക്കിനുമായിട്ട് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നു, കാരണം ലൈറ്റ്നെസ് ആണ്. ഡ്യൂറാലുമിനൊക്കെ അലൂമിനിയത്തിൻ്റെ അലോയി ആണ്. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഇൻ ദ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ഓൾസോ ഇൻ ദ ഇൻക്രീസ്. ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലും നമ്മൾ അലൂമിനിയം കേബിൾസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ വെരി മച്ച് ഇൻ യൂസ് ഹൗസ് ഹോൾഡ് ഹീറ്റിംഗ്. അപ്പം നമുക്ക് ഹൗസ് ഹോൾഡ് ഹീറ്റിംഗ് അപ്ലയൻസസ്, ഈ പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, അലൂമിനിയം പാത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യം. നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരു മെറ്റലിൽ എന്ന് പറയുന്നത് അതിൻ്റെ കളറാണ്. സെക്കൻഡ് വെയിറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി. തേർഡ് സ്ട്രക്ചർ, കണ്ടക്ടിവിറ്റി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഫ്യൂസിബിലിറ്റി. ഇത് PYQ ആണ്. ഓക്കെ, ഫ്യൂസിബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഓരോ മെറ്റൽസിനും ഡിഫറൻറ്റ് കളറായിരിക്കും. അത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോപ്പറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു, അത് റെഡ് കളറാണ്. അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീലിൻ്റെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഷീൻ കളറായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത് മെറ്റൽസ് മേ ബി ഡിസ്റ്റിങ്ഷ്ഡ് ബേസ്ഡ് ഓൺ ദ വെയിറ്റ് ഫോർ ഗിവൺ വോളിയം. അതായത് ഇപ്പം അലൂമിനിയം എന്ന് പറയുന്നത് ഒരു ലൈറ്റർ വെയിറ്റ് ആയിരിക്കും അതിനുള്ളത്. ഓക്കെ, ലൈറ്റർ വെയിറ്റ് ആയിരിക്കും അലൂമിനിയം. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നോട്ട് ചെയ്ത് വെച്ചേക്കുക, 2.7 ആണ് അലൂമിനിയത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. പിന്നെ ലെഡ് എന്ന് പറയുന്നത് ഹയർ വെയിറ്റ് ആയിരിക്കും. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 11.34 ആണ്. നെക്സ്റ്റ് സ്ട്രക്ചർ ആണ്. ഇപ്പോൾ ഒരു ജനറലി മെറ്റൽസ് ക്യാൻ ഓൾസോ ബി ഡിഫറൻഷിയേറ്റഡ് ബൈ ദെയർ ഇന്റേണൽ സ്ട്രക്ചർ വൈൽ സീയിങ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബാർ ത്രൂ എ മൈക്രോസ്കോപ്പ്. ഇപ്പോൾ ഒരു മെറ്റൽസിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ പരിശോധിക്കാൻ നേരത്ത് ഡിഫറൻറ്റ് ഇന്റേണൽ സ്ട്രക്ചർ ആയിരിക്കും അതിനെ കാണിക്കുന്നത്. ഇപ്പോൾ റോട്ട് അയൺ അലൂമിനിയം, അതിനൊരു ഫൈബ്രസ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, റോട്ട് അയൺ അലൂമിനിയത്തിന് ഫൈബ്രസ് സ്ട്രക്ചറും കാസ്റ്റ് അയണിനും ബ്രോൺസിനും ഒരു ഗ്രാനുലാർ സ്ട്രക്ചറും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ മെറ്റൽസിനെ മനസ്സിലാക്കാം. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും മാറിപ്പോകരുത്. ക്വസ്റ്റ്യനിൽ ആ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഇതിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഏതാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി ഏതാണെന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് വണ്ണാണ് കണ്ടക്ടിവിറ്റി. അപ്പം കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. ഒരു ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ തെർമൽ കണ്ടക്ടിവിറ്റി എന്നും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയും. കണ്ടക്ടിവിറ്റി വിൽ വേരി ഫ്രം മെറ്റൽ ടു മെറ്റൽ. ഓരോ മെറ്റലിനും വ്യത്യസ്തമായിരിക്കും. കോപ്പറും അലൂമിനിയവും ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. പിന്നെ സിൽവർ ഇതേപോലെ തന്നെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. പക്ഷെ നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടി സിൽവർ യൂസ് ചെയ്യാറില്ല, വില കൂടുതലായതുകൊണ്ട്. ഓക്കെ, പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. എ മെറ്റൽ ഇസ് സെറ്റ് ടു പോസസ് എ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇഫ് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് വെച്ച് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയും. എല്ലാ ഫെറസ് മെറ്റൽസും ഓൾമോസ്റ്റ് എക്സെപ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒഴിച്ച് അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. നോൺ ഫെറസ് മെറ്റൽസ് അതിൻ്റെ അലോയ്സും നോൺ മാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഫ്യൂസിബിലിറ്റി. ഫ്യൂസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആണെന്ന് ഓർത്തിരിക്കുക. കുറച്ച് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ കൂടെ ഇത് വന്നിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിക്കും. PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി പോസസ്ഡ് ബൈ എ മെറ്റൽ ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് മെൽറ്റ്സ് വെൻ ഹീറ്റ് ഇസ് അപ്ലൈഡ്. അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ആ മെൽറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ആ കഴിവിനെയാണ് ഫ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. മെനി മെറ്റീരിയൽസ് ആർ സബ്ജക്ട് ടു ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ ഷേപ്പ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഓരോ മെറ്റൽസിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ലെഡ് ഹാസ് ലോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ വൈൽ സ്റ്റീൽ മെൽറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ലെഡിനെ അപേക്ഷിച്ച് സ്റ്റീൽ മെൽറ്റ് ചെയ്യുന്ന ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. ഇപ്പോൾ ടിന്നിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കാണിച്ചിട്ടുണ്ട്, അതെന്ന് പറഞ്ഞാൽ 232 ടങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ 3370 അല്ലെങ്കിൽ 3380 ആണ്. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡക്റ്റിലിറ്റി. ഓക്കെ, ഡക്റ്റിലിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. തിൻ വയറായിട്ട് അതിനെ വലിച്ചു നീട്ടാനുള്ള ആ കഴിവിനാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ മാലിബിലിറ്റി, ഹാർഡ്നെസ്, ബ്രിട്ടിൽനെസ്, ടഫ്നെസ്, ടെനാസിറ്റി, ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ സെറ്റ് ടു ബി ഡക്റ്റൈൽ വെൻ ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഔട്ട് ഇൻ ടു വയറായിട്ട് ഡ്രോൺ ഔട്ട് ചെയ്യാനുള്ള അണ്ടർ ടെൻഷൻ വിത്തൗട്ട് റപ്ചർ. അതായത് മുറിഞ്ഞു പോകാതെ അല്ലെങ്കിൽ പൊട്ടിപ്പോകാതെ
വയറായിട്ട് വലിച്ചു നീട്ടാൻ കഴിയുന്ന ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. വയർ ഡ്രോയിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡക്റ്റിലിറ്റി ഓഫ് ദ മെറ്റൽ. ആ മെറ്റലിന്റെ ഡക്റ്റിലിറ്റിയെ ആയിട്ടിരിക്കും ആ വയർ ഡ്രോയിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡക്റ്റൈൽ മെറ്റൽ മസ്റ്റ് ബോത്ത് സ്ട്രോങ് ആൻഡ് പ്ലാസ്റ്റിക്. സ്ട്രോങ്ങും ആയിരിക്കണം, പ്ലാസ്റ്റിക് ആയിരിക്കണം. കോപ്പർ ആൻഡ് അലൂമിനിയം ആർ ഗുഡ് എക്സാമ്പിൾസ് ഓഫ് ഡക്റ്റൈൽ മെറ്റൽസ്. ഡക്റ്റൈൽ മെറ്റൽസിന് ഉദാഹരണമാണ് കോപ്പർ ആൻഡ് അലൂമിനിയം. മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ കോപ്പർ ആയിരിക്കും കാണുക. ഇതിൽ കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ള മെറ്റൽ ഏതാണെന്നുള്ള രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാലിബിലിറ്റി. അടിച്ച് പരത്താൻ പറ്റുന്ന ആ ഇതിനെയാണ് മാലിബിൾ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ഇൻ എനി ഡയറക്ഷൻ ബൈ ഹാമറിങ്, റോളിംഗ് എക്സെട്ര. ഓക്കെ, ഒരു തിൻ ഷീറ്റായിട്ട് അടിച്ചു പരത്താൻ പറ്റുന്ന ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് മാലിബിലിറ്റി. ബൈ ഹാമറിങ്, റോളിംഗ് എക്സെട്ര വിത്തൗട്ട് കോസിങ് റപ്ചർ. അവിടെയും റപ്ചർ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ലെഡ് എന്ന് പറയുന്നത് ഒരു മാലിബിൾ മെറ്റലിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് സ്ക്രാച്ചിങ്, വിയർ ആൻഡ് അബ്രേഷൻ, ഇൻഡൻറ്റേഷൻ ബൈ ഹാർഡർ ബോഡീസ്. ഓക്കെ, ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റിയാണ് സ്ക്രാച്ചിങ്ങിനെയും വിയറിനെയും അബ്രേഷനും പിന്നെ ഇൻഡൻറ്റേഷനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു മെറ്റലിൻ്റെ എബിലിറ്റിയാണ്. ഒരു കട്ടിംഗ് ടൂളിന് ഉണ്ടായിരിക്കേണ്ട എബിലിറ്റിയിലൊന്നാണ് ഈ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. മറ്റ് മെറ്റൽസിനെ കട്ട് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഹാർഡ്നെസ് ഓഫ് മെറ്റൽ ഈസ് ടെസ്റ്റഡ് ബൈ മാർക്കിംഗ് ബൈ ഫയൽ എക്സെട്ര. ഓക്കെ, നമുക്ക് ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ മെത്തേഡുണ്ട്. റിനൽ ഹാർഡ്നെസ് ടെസ്റ്റ് ഉണ്ട്, വിക്കേഴ്സ് ഉണ്ട്. ഇതുപോലെ കുറച്ച് ടെസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ബ്രിറ്റിൽനെസ് ആണ്. ബ്രിറ്റിൽനെസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടി എടുക്കുന്നു, പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകും. അതിന് പെർമനൻറ്റ് ഡിസ്റ്റോർഷൻ ഒന്നുമില്ല. ബ്രിറ്റിൽനെസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ വിച്ച് പെർമിറ്റ്സ് നോ പെർമനൻറ്റ് ഡിസ്റ്റോർഷൻ. അതായത് അതൊരു പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ട് പോകുന്നില്ല, അതിനു മുന്നേ തന്നെ ബ്രേക്കിംഗ് സംഭവിക്കുന്നു, ബിഫോർ ബ്രേക്കിംഗ്. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ബ്രിട്ടിൽ മെറ്റലിന് ഉദാഹരണമാണ്. വിൽ ബ്രേക്ക് റാദർ ദാൻ ബെൻഡ് ഓർ ഷോക്ക് ഓർ ഇമ്പാക്ട്. അണ്ടർ ഷോക്ക് ഓർ ഇമ്പാക്ട്, അതായത് അതിലോട്ടൊരു ഫോഴ്സ് വരാൻ നേരത്ത് അത് ബെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, അതിനു മുന്നേ അത് ബ്രിട്ടിലായിട്ട് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത് അതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടഫ്നെസ് ആണ്. ടഫ്നെസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ടു വിത്ത്സ്റ്റാൻഡ് ഷോക്ക് ഓർ ഇമ്പാക്ട്. ഒരു ഷോക്കോ ഒരു ഇമ്പാക്റ്റോ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ആ മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ടഫ്നെസ് എന്ന് പറയുന്നത് ബ്രിട്ടിൽനെസ്സിന് ഓപ്പോസിറ്റ് ആണ്. റോട്ട് അയൺ എന്ന് പറയുന്നത് ടഫ് മെറ്റലിന് എക്സാമ്പിളാണ്. അതായത് അയൻ്റെ കണ്ടന്റ് കുറയാൻ നേരത്ത് അത് കൂടുതൽ ടഫർ ആയിരിക്കും എന്ന് ഓർക്കുക. അതേപോലെ തന്നെ ടെമ്പറേച്ചർ റേഞ്ചും കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ്. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെനാസിറ്റി. ടെനാസിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ടെനാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് എ മെറ്റൽ ഇസ് ഇറ്റ്സ് എബിലിറ്റി ടു റെസിസ്റ്റ് ദ എഫക്റ്റ് ഓഫ് ടെൻസൈൽ ഫോഴ്സ് വിത്തൗട്ട് റപ്ചറിങ്. അതായത് ഒരു ടെൻസൈൽ ഫോഴ്സ് ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് വലിക്കുന്നു, അപ്പോൾ ആ ടെൻസൈൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ മെറ്റലിൻ്റെ കഴിവിനെയാണ് ടെനാസിറ്റി എന്ന് പറയുന്നത്. മൈൽഡ് സ്റ്റീൽ, റോട്ട് അയൺ, കോപ്പർ ഇതൊക്കെ ടെനേഷ്യസ് മെറ്റൽസിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇലാസ്റ്റിസിറ്റി. ഇപ്പോൾ ഒരു റബ്ബറിൻ്റെ കേസ്, റബ്ബർ ബാൻഡ് അത് നമ്മൾ വലിച്ചിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഫോഴ്സ് റിമൂവ് ചെയ്യാൻ നേരത്ത് തിരിച്ച് അതിൻ്റെ ഷേപ്പിലോട്ട് വരാനുള്ള ആ പ്രോപ്പർട്ടിയെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. അപ്പം റബ്ബർ ഞാനൊരു ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ആക്ച്വലി ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഇസ് ഇറ്റ്സ് പവർ ഓഫ് റിട്ടേണിങ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ അപ്ലൈഡ് ഫോഴ്സ് ഇസ് റിലീസ്ഡ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരാനുള്ള ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. പ്രോപ്പർലി ഹീറ്റഡ് സ്പ്രിംഗ് ഈസ് ഗുഡ് എക്സാമ്പിൾ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെക്കാനിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഫെറസ് മെറ്റൽസിൽ കാസ്റ്റ് അയണിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫെറസ് മെറ്റൽസ് നമുക്കൊന്നും കൂടെ നോക്കാം. അയണാണ് മേജർ കമ്പോണൻറ്റ്. ഓക്കെ, അതിന് ഫെറസ് മെറ്റൽസ് എന്ന് പറയും. പിന്നെ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ് യൂസ്ഡ് കോമൺലി ആർ. ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ് പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽസ് ആൻഡ് അലോയ് സ്റ്റീൽസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് പിഗ് അയൺ ആണ്. അതിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ് ആദ്യം പറയുന്നത്. പിഗ് അയൺ എന്ന് പറയുന്നത് അയൺ ഓറിനെ കെമിക്കൽ റിഡക്ഷൻ നടത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ പ്രോസസ്സിന് പറയുന്ന പേര് സ്മെൽറ്റിംഗ് എന്നാണ്. പ്രോസസ് ഓഫ് റിഡക്ഷൻ ഓഫ് ദ അയൺ ഓർ ടു പിഗ് അയൺ ഈസ് നോൺ ആസ് സ്മെൽറ്റിംഗ്. അപ്പോൾ ആ കെമിക്കൽ റിഡക്ഷൻ നടത്തുന്ന അയൺ ഓറിനെ പറയുന്ന പേരാണ് സ്മെൽറ്റിംഗ്. പിന്നെ ഇതിൻ്റെ അകത്ത് റോ മെറ്റീരിയലായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ്? അയൺ ഓർ കാണും. ഓക്കെ, പിന്നെ കോക്ക് വേണം.
ഇപ്പോൾ ഒരു ഫ്യൂവൽ വേണമല്ലോ കത്തിക്കാനായിട്ട്. പിന്നെ ഫ്ലെക്സ് ആഡ് ചെയ്യും. അതിൽ നിന്ന് സ്ലാഗ് റിമൂവ് ചെയ്യാനായിട്ടാണ് ഫ്ലെക്സ് കൊടുക്കുന്നത്. ഇപ്പം അയൺ ഓർ ഏതൊക്കെയാണെന്നുള്ളതാണ്. ചീഫ് അയൺ ഓർസ് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, കാർബണൈറ്റ്. അപ്പം മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, കാർബണൈറ്റ്, ഇത്രയാണ് അയണിൻ്റെ ഓറ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, കാർബണൈറ്റ്. ദീസ് ഓർസ് ആർ കണ്ടെയ്ൻ അയൺ ഇൻ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് ആർ നാച്ചുറലി അവൈലബിൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോക്ക്. ഓക്കെ, കോക്ക് എന്ന് പറയുന്നത് ഫ്യൂവലാണ്. യൂസ് ടു ഗിവ് ദ നെസറി ഹീറ്റ് ടു ക്യാരി ഓൺ ദ reducing action. The carbon from the coke in the form of carbon monoxide combines with the iron ore to reduce to iron. അപ്പോൾ ഇതിനെ കോക്ക് എന്ന് പറയുന്നത് ഫ്യൂവലാണ്. അപ്പോൾ ഈ കോക്കിലുള്ള കാർബൺ മോണോക്സൈഡ് ഈ അയൺ ഓറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ അയൺ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു മിനറൽ സബ്സ്റ്റൻസ് ആണ്, ചാർജ്ഡ് ഇൻ ടു ബ്ലാസ്റ്റ് ഫർണസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പിഗ് അയൺ എവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? അത് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. ഓക്കെ, കാസ്റ്റ് അയൺ, കുപ്പോള, ഇത് രണ്ടും തിരിഞ്ഞു പോരുത്. CC എന്ന് ഓർത്താൽ മതി. കാസ്റ്റ് അയൺ. ഓക്കെ, ഫ്ലക്സ് എന്ന് പറയുന്നത് ഇസ് മിനറൽ സബ്സ്റ്റൻസ് ചാർജ് ഇൻ ടു ബ്ലാസ്റ്റ് ഫർണസ് ടു ദ ലോവർ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ. അപ്പം ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ഓറിന്റെ മെൽറ്റിംഗ് പോയിന്റ് ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കമ്പൈൻസ് വിത്ത് ദ നോൺ മെറ്റാലിക് പോർഷൻ ഓഫ് ദ ഓർ ടു ഫോം എ മോൾട്ടൺ സ്ലാഗ്. അപ്പോൾ അതെന്ന് പറയുന്നത് നോൺ മെറ്റാലിക് ആയിട്ടുള്ള ആ ഓറിൽ നിന്നുള്ള പോർഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് മോൾട്ടൺ സ്ലാഗ് ആയിട്ട് മാറും. അത് നമ്മളടുത്ത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാണെന്ന് ചോദിക്കും. അത് ലൈം സ്റ്റോൺ ആണ് ഫ്ലക്സ് ആയിട്ട് ബ്ലാസ്റ്റ് ഫർണസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പിഗ് അയണിൻ്റെ പ്രോപ്പർട്ടീസ്. പിഗ് അയൺ ഈസ് ദെയർ ഫോർ റിഫൈൻഡ് ആൻഡ് റീമെൽറ്റഡ് ആൻഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അതർ വെറൈറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. ഇപ്പം കാസ്റ്റ് അയൺ ആണെങ്കിലും സ്റ്റീലിൻ്റെ വെറൈറ്റീസ് ആണെങ്കിലും ഈ പിഗ് അയണിൽ നിന്ന് റിഫൈൻ ചെയ്തിട്ട് റീമെൽറ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ ആണ് കാസ്റ്റ് അയൺ. പിഗ് അയൺ വിച്ച് ഈസ് ടാപ്ഡ് ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ് ഇസ് ദ ക്രൂഡ് ഫോം ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ഇവിടുത്തെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പിഗ് അയൺ ആണ്. ഓക്കെ, അത് കുപ്പോള ഫർണസിൽ നമ്മൾ ആഡ് ചെയ്യും. ആൻഡ് ഷുഡ് ബി ഫർദർ റിഫൈൻഡ് ഫോർ മേക്കിംഗ് കാസ്റ്റിങ്സ്. എന്നിട്ട് നമ്മളത് കാസ്റ്റിങ്സ് ഉണ്ടാക്കും. ദിസ് റിഫൈനിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ കുപ്പോള ഫർണസ് വിച്ച് ഈസ് സ്മോൾ ഫോം ഓഫ് ബ്ലാസ്റ്റ് ഫർണസ്. ഈ കുപ്പോള ഫർണസ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഒരു സ്മോൾ ഫോം ആണ്. ഓക്കെ, അപ്പോൾ കാസ്റ്റ് അയൺ നമ്മൾ ഉണ്ടാക്കുന്നത് പിഗ് അയണിൽ നിന്നാണെന്ന് ഓർക്കുക. ഓക്കെ, പിഗ് അയൺ എന്ന് പറയുന്നത് നമ്മൾ റോട്ട് അയണിൽ നിന്നാണ്. ഓക്കെ, റോട്ട് അയൺ നമുക്ക് ജസ്റ്റ് പിന്നെ പഠിക്കാനുണ്ട്, അപ്പോൾ നോക്കാം. Generally, cupolas are not worked continuously like blast furnace, but are run only as and when required. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസ് പോലെയല്ല കുപ്പോളസ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് വർക്കിംഗ് ചെയ്യത്തുള്ളൂ, കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യത്തില്ല. പിന്നെ കാസ്റ്റ് അയണിൻ്റെ ടൈപ്സ് ആണ്, നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് അയൺ ഇസ് ആൻ അലോയ് ഓഫ് അയൺ, കാർബൺ ആൻഡ് സിലിക്കൺ. കാർബണിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 2 to 4% ആണ്. ചിലപ്പോൾ അത് 2.1 to 4.5 എന്നുള്ള രീതിയിലും തരാം. അപ്പോൾ 2 to 4 ആ റേഞ്ച് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കാസ്റ്റ് അയണിൻ്റെ കാർബൺ കണ്ടന്റ്. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞായിരുന്നു സിലിക്കൺ പറഞ്ഞപ്പം ഇതിനൊരു ഗ്രാഫൈറ്റിൻ്റെ ഇത് കൊടുക്കാനായിട്ട് 2.5% സിലിക്കൺ നമ്മൾ ആഡ് ചെയ്യാറുണ്ടെന്ന്. പിന്നെ ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺ ആണ്. ഒന്ന് ഗ്രേ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മാലിയബിൾ കാസ്റ്റ് അയൺ, നോഡുലർ കാസ്റ്റ് അയൺ. അപ്പോൾ ഇതിൽ ഗ്രേ കാസ്റ്റ് അയൺ ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൈഡ്ലി യൂസ്ഡ് ഫോർ മെഷീനറി പാർട്സ് ആൻഡ് ക്യാൻ ബി മെഷീൻഡ് ഈസിലി. അത് മെഷീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. ഇത് മെയിൻലി മെഷീൻ ബേസിൽ ടേബിൾസ്, സ്ലൈഡ് ബേസ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ബിക്കോസ് ഡയമെൻഷനലി സ്റ്റേബിൾ ആണ്. ആഫ്റ്റർ പീരീഡ് ഓഫ് ഏജിങ്, വർഷം കഴിയുന്നതോറും ഇത് ഡയമെൻഷനലി സ്റ്റേബിൾ ആയിരിക്കും. മെഷീൻ ബേസ്, ടേബിൾസ്, സ്ലൈഡ് ബേസ് എല്ലാം നമ്മൾ കാസ്റ്റ് അയൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ലൈറ്റിൻ്റെ ബെഡും ആ കാര്യങ്ങളൊക്കെ ഓർത്താൽ മതി. ഓക്കെ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഗ്രാഫൈറ്റ് കണ്ടന്റ് കാസ്റ്റ് അയൺ പ്രൊവൈഡ്സ് ആൻ എക്സലന്റ് ബിയറിംഗ് ആൻഡ് സ്ലൈഡിംഗ് സർഫസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രാഫൈറ്റ് കണ്ടന്റ് ഉള്ളതുകൊണ്ട്, ഗ്രേ കാസ്റ്റ് അയണിൽ ഗ്രാഫൈറ്റ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് എക്സലന്റ് ബിയറിംഗ് ആൻഡ് സ്ലൈഡിംഗ് സർഫസ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മെൽറ്റിംഗ് പോയിന്റ് ഇസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിനെ അപേക്ഷിച്ച് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. ഓക്കെ, അതായത് കാർബണിൻ്റെ കണ്ടന്റ് കൂടുന്തോറും അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് താഴും. ഓക്കെ, ഗ്രേ കാസ്റ്റ് അയൺ പോസസ് ഗുഡ് ഫ്ലൂയിഡിറ്റി, ഇൻട്രിക്കേറ്റ് കാസ്റ്റിംഗ് ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ഈ ഗ്രേ കാസ്റ്റ് അയൺ വെച്ച് നമുക്ക് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷേപ്പൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഗുഡ് ഫ്ലൂയിഡിറ്റി ആയിരിക്കും ഇതിനുള്ളത്. പിന്നെ ഗ്രേ കാസ്റ്റ് അയൺ ഈസ് വൈഡ്ലി യൂസ് ഫോർ മെഷീൻ ടൂൾസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് എബിലിറ്റി ടു റെഡ്യൂസ് വൈബ്രേഷൻ ആൻഡ് മിനിമൈസ് ടൂൾ ചാറ്റർ. അപ്പോൾ ടൂൾ ചാറ്ററിംഗ് ഒക്കെ ഒഴിവാക്കാനും വൈബ്രേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ടും ഈ ഗ്രേ കാസ്റ്റ് അയൺ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യും.
ഗ്രേ കാസ്റ്റ് അയൺ വെൻ നോട്ട് അലോയ്ഡ് ഈസ് ക്വൈറ്റ് ബ്രിട്ടിൽ ആൻഡ് ഹാസ് റിലേറ്റീവ്ലി ലോ സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ ഗ്രേ കാസ്റ്റ് അയൺ വേറെ മെറ്റൽസ് ഒന്നും അതിൻ്റെ കൂടെ അലോയിങ് ആയിട്ട് ചേർക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ബ്രിട്ടിൽ ആയിരിക്കും, റിലേറ്റീവ്ലി ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആയിരിക്കും. ഡ്യൂ ടു ദിസ് റീസൺ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് കമ്പോണൻറ്റ് സബ്ജക്ട് ടു ഹൈ സ്ട്രെസ് ഓർ ഇമ്പാക്ട് ലോഡ്. അപ്പോൾ ഹൈ സ്ട്രെസ്സോ ഇമ്പാക്ട് ലോഡോ ഉള്ള സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്യാറില്ല, അലോയിങ് എലമെന്റ്സ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഗ്രേ കാസ്റ്റ് അയൺ ഈസ് ഓഫൺ അലോയ്ഡ് വിത്ത് നിക്കൽ, ക്രോമിയം, വനേഡിയം ഓർ കോപ്പർ ടു മേക്ക് ടഫ്. അപ്പോൾ നിക്കലോ ക്രോമിയോ വനേഡിയം അല്ലെങ്കിൽ കോപ്പറുമായിട്ട് അലോയി ചെയ്തിട്ട് ഇതിനെ ടഫറായിട്ട് മാറ്റും. ഗ്രേ കാസ്റ്റ് അയൺ ഈസ് വെൽഡബിൾ ബട്ട് ദിസ് ബേസ് മെറ്റൽ നീഡ്സ് പ്രീ ഹീറ്റിംഗ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കാസ്റ്റ് അയൺ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റിംഗ് ആവശ്യമാണ് വെൽഡ് ചെയ്യാൻ. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് വെൽഡബിൾ ആണ്, വേറെ കാസ്റ്റ് അയൺ ഉണ്ട് വെൽഡബിൾ അല്ലാത്തത്. അപ്പോൾ ഗ്രേ കാസ്റ്റ് അയൺ വെൽഡബിൾ ആണ്, പക്ഷെ അത് പ്രീ ഹീറ്റ് ചെയ്യണം. നമുക്ക് ഓക്സിജൻ ഫ്ലെയിം വെച്ചിട്ട് അത് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം വെൽഡ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റ് അയൺ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറയുന്നത് ഹാർഡാണ്, വെരി ഡിഫിക്കൽട്ട് ടു മെഷീൻ ചെയ്യാൻ പാടാണ്. ഫോർ ദിസ് റീസൺ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കമ്പോണൻറ്റ്സ് വിച്ച് ഷുഡ് ബി അബ്രേഷൻ റെസിസ്റ്റൻറ്റ്. അപ്പോൾ അബ്രേഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആയിട്ട് ആണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. മെഷീൻ ചെയ്യാനൊക്കെ ഇത് ഭയങ്കര പാടായിരിക്കും. വൈറ്റ് കാസ്റ്റ് അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലോവറിംഗ് ദ സിലിക്കൺ കണ്ടന്റ്. അപ്പോൾ നമ്മൾ നേരത്തെ 2.5% സിലിക്കൺ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഗ്രേ കാസ്റ്റ് അയണെ റാപ്പിഡ് കൂളിംഗ് ചെയ്തിട്ടാണ് വൈറ്റ് കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. വെൻ കൂൾഡ് ഇൻ ദിസ് മാനർ ഇറ്റ് ഈസ് കോൾഡ് ചിൽഡ് കാസ്റ്റ് അയൺ. അപ്പോൾ അതിനെ ചിൽഡ് കാസ്റ്റ് അയൺ എന്നും കൂടെ പറയും. ഓക്കെ, അപ്പോൾ കാസ്റ്റ് അയണിൻ്റെ ഒരു ടൈപ്പാണ് എന്ന് ഓർക്കുക. വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സിലിക്കൺ കണ്ടന്റ് ലോവർ ചെയ്തിട്ടാണ് ബൈ റാപ്പിഡ് കൂളിംഗ്, പെട്ടെന്ന് കൂൾ ചെയ്യും. വെൻ കൂൾഡ് ഇൻ ദിസ് മാനർ ഇറ്റ് ഈസ് കോൾഡ് ചിൽഡ് കാസ്റ്റ് അയൺ. വൈറ്റ് കാസ്റ്റ് അയൺ cannot be welded. ഇമ്പോർട്ടൻറ്റ്. വൈറ്റ് കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യാൻ പറ്റില്ല, ഗ്രേ കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള മാല്യബിൾ കാസ്റ്റ് അയൺ ആണ്. മാല്യബിൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഹാസ് ഇൻക്രീസ്ഡ് ഡക്റ്റിലിറ്റി. അതിന് ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും, ടെൻസൈൽ സ്ട്രെങ്തും ടഫ്നെസ്സും കൂടുതലായിരിക്കും ഗ്രേ കാസ്റ്റ് അയണെ അപേക്ഷിച്ച്. അപ്പോൾ ഗ്രേ കാസ്റ്റ് അയണെ അപേക്ഷിച്ച് മാല്യബിൾ കാസ്റ്റ് അയൺ ഡക്റ്റിലിറ്റി, ടഫ്നെസ്, ടെൻസൈൽ സ്ട്രെങ്ത് ഇവ കൂടുതലാണെന്ന് ഓർക്കുക. മാല്യബിൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈറ്റ് കാസ്റ്റ് അയണിൽ നിന്നാണ് ബൈ എ പ്രൊലോങ്ഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ലാസ്റ്റിംഗ് ഫോർ 30 hours. അതായത് മറ്റേന്ന് പറയുന്നത് റാപ്പിഡ് കൂൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ വൈറ്റ് കാസ്റ്റ് അയൺ ഉണ്ടാക്കിയത്. ആ വൈറ്റ് കാസ്റ്റ് അയണെ പ്രൊലോങ്ഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നടത്തിയിട്ട്, അതായത് ഒരു 30 hours ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് മാല്യബിൾ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോഡുലാർ കാസ്റ്റ് അയൺ ആണ്. നോഡുലാർ കാസ്റ്റ് അയണിൻ്റെ മറ്റ് പേരുകൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നോഡുലാർ അയൺ, ഡക്റ്റൈൽ അയൺ, സ്പെറോയിഡൽ, ഗ്രാഫൈറ്റ് അയൺ. ഓക്കെ, ദിസ് ഈസ് വെരി സിമിലർ ടു മാല്യബിൾ കാസ്റ്റ് അയൺ ബട്ട് ദിസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് എനി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ലാതെയാണ് ഇത് നിർമ്മിക്കുന്നത്. നോഡുലാർ കാസ്റ്റ് അയൺ ഈസ് ഓൾസോ നോൺ ആസ് നോഡുലാർ അയൺ, ഡക്റ്റൈൽ അയൺ, സ്പെറോയിഡൽ, ഗ്രാഫൈറ്റ് അയൺ. ഇതിന് ഗുഡ് മെഷീനബിലിറ്റി ആണ്, കാസ്റ്റബിലിറ്റി ആണ്, റെസിസ്റ്റൻസ് ടു വിയർ, ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹാർഡ്നെസ്. Malleable and nodular castings are used for machine parts where there is a higher tensile stress and moderate impact loading. അപ്പോൾ ഈ മാല്യബിളും നോഡുലാർ കാസ്റ്റ് അയണും എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ടെൻസൈൽ സ്ട്രെസ് വേണ്ട സ്ഥലത്ത്, മോഡറേറ്റ് ഇമ്പാക്ട് ലോഡ് വരുന്ന സ്ഥലങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്. ദീസ് കാസ്റ്റിംഗ്സ് ആർ ലെസ് എക്സ്പെൻസീവ് ആൻഡ് ആർ ഓൾട്ടർനേറ്റീവ് ടു സ്റ്റീൽ കാസ്റ്റിംഗ്സ്. ഇതെന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്. സ്റ്റീൽ കാസ്റ്റിംഗ്സ് വേണ്ടെടുത്ത് വേണമെങ്കിൽ നമുക്കിത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റീൽ കാസ്റ്റിംഗ്സിന് വില കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമുക്ക് ഈ നോഡുലാർ കാസ്റ്റ് ചെയ്യണോ മാല്യബിൾ കാസ്റ്റ് ചെയ്യണോ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് റോട്ട് അയൺ ആണ്. പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. റോട്ട് അയൺ ഇസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ. പിന്നെ അതിൽ 99.9% അയൺ ആയിരിക്കും. വെൻ ഹീറ്റഡ് റോട്ട് അയൺ ഡസ് നോട്ട് മെൽറ്റ്. ഹീറ്റ് ചെയ്യാൻ നേരത്ത് ഈ റോട്ട് അയൺ മെൽറ്റ് ചെയ്യത്തില്ല, ബട്ട് ഓൺലി ബിക്കംസ് പേസ്റ്റി ആൻഡ് ഇൻ ദിസ് ഫോം ഇറ്റ് ക്യാൻ ബി ഫോർജ് ടു എനി ഷേപ്പ്. ഓക്കെ, അതൊരു പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ട് വരും, അത് നമുക്ക് ഫോർജ് ചെയ്ത് ഏതെങ്കിലും ഷേപ്പിലേക്ക് മാറ്റാം. മോഡേൺ മെത്തേഡ്സ് യൂസ് ടു പ്രൊഡ്യൂസ് റോട്ട് അയൺ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. റോട്ട് അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് പെട്ലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ആസ്റ്റൺ ബയേഴ്സ് പ്രോസസ്സ്, ഈ രണ്ട് പ്രോസസ്സ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പെട്ലിംഗ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ആസ്റ്റൺ ഓർ ബയേഴ്സ് പ്രോസസ്സും കൂടെ ഉണ്ടെന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ ആണ് സ്റ്റീല്. ദിസ് ഈസ് പ്യുവർ അയൺ. ഓക്കെ, ഇതെന്ന് പറയുന്നത് പ്യുവർ അയൺ ആണ്, കാർബൺ കണ്ടന്റ് കൂടുതലാണ് ഇതിൽ. ഓക്കെ, ഡ്യൂ ടു എക്സസീവ് കാർബൺ ഇറ്റ് ഈസ് ഹാർഡർ ആൻഡ് ടഫർ ആണ്. കാർബൺ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 0.15 to 1.5% ആണ്. ബിസൈഡ്സ് ദർ ആർ അതർ ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സൾഫർ, ഫോസ്ഫറസ് എക്സെട്ര. ഇത് കൂടാതെ സൾഫറും ഫോസ്ഫറസും ഒക്കെ ഈ സ്റ്റീലിൽ കാണും.
ആർ ദെയർ വിച്ച് cannot be separated. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ഈസ് hardened and tempered by heating it to a definite temperature and cooling it in oil or water. അപ്പോൾ നമ്മളിത് ഹാർഡൻ ചെയ്യാനും ടെമ്പർ ചെയ്യാനായിട്ടും ഒരു ഡെഫിനിറ്റ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുകയും അതിനുശേഷം ഓയിലിലോ വാട്ടറിലോ കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് വേറെ പഠിക്കാനുണ്ട്. പിന്നെ പ്രധാനമായിട്ടും സിലബസിൽ പറഞ്ഞിട്ടുള്ള സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമെൻറ്റേഷൻ പ്രോസസ്സ്, 2 ക്രൂസിബിൾ പ്രോസസ്സ്, ബെസിമർ പ്രോസസ്സ്, ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്, ഇലക്ട്രോ തെർമോ പ്രോസസ്സ്, ഹൈ ഫ്രീക്വൻസി പ്രോസസ്സ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈപ്സ് നോക്കാം സ്റ്റീലിൻ്റെ. പ്രധാനമായിട്ടും പ്ലെയിൻ സ്റ്റീലെന്നും അലോയ് സ്റ്റീലെന്നും രണ്ടായിട്ട് തിരിക്കാം. അതിൽ പ്ലെയിൻ സ്റ്റീലിൽ വരുന്നതാണ് ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ, ഹൈ കാർബൺ. പ്ലെയിൻ സ്റ്റീൽ കാർബൺ ആൻഡ് അയൺ ആർ മിക്സ്ഡ്. ഓക്കെ, അക്കോർഡിംഗ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ പ്ലെയിൻ സ്റ്റീൽസ് ആർ ക്ലാസിഫൈഡ് ആസ് ലോ കാർബണും മീഡിയം കാർബൺ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് അറിഞ്ഞിരിക്കുക. ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് 0.15 to 0.25 ആണ്. ഇതിനെയാണ് നമ്മൾ മൈൽഡ് സ്റ്റീൽ, MS എന്നൊക്കെ പറയുന്നത്. പിന്നെ ലെസ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഈസ് സഫിഷ്യൻ്റ്ലി സോഫ്റ്റ് ആൻഡ് ടോളറേറ്റ്സ് ദ സ്ട്രെയിൻ. ഇതെന്ന് പറയുന്നത് ഡക്റ്റിലിറ്റിയൊക്കെ ഇതിന് കൂടുതലായിരിക്കും, സോഫ്റ്റ് ആണിത്. ഓക്കെ, ടോളറേറ്റ് ദ സ്ട്രെയിൻ. ഇറ്റ് ക്യാൻ ബി പുട്ട് ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ത്രൂ ഫോർജിങ് ആൻഡ് റോളിംഗ്. നമുക്കിതിനെ ഫോർജിങ് റോളിംഗ് ചെയ്ത് ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ ആക്കാൻ പറ്റും. ദിസ് ഈസ് നോട്ട് വെരി ഹാർഡ് ഓർ സ്ട്രോങ്. ഇത് ഹാർഡോ സ്ട്രോങ്ങോ അല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്കിത് ദിസ് കനോട്ട് ബി ഹാർഡൻഡ് ഔട്ട് ടെമ്പേർഡ് ബൈ ഓർഡിനറി മെത്തേഡ്. ഓർഡിനറി മെത്തേഡ് വെച്ച് നമുക്ക് ഹാർഡൻ ചെയ്യാനോ ടെമ്പർ ചെയ്യാനോ പറ്റത്തില്ല. ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോട്ട് ചെയ്യുക. നെറ്റ്സ് ഉണ്ടാക്കാൻ, നെറ്റ്, ബോൾട്ട്, റിവറ്റ്, ഷീറ്റ്സ്, വയേഴ്സ്, TIN ആൻഡ് ആംഗ്ലർ അയൺ എന്ന് പറഞ്ഞാൽ ഈ വെൽഡിങ്ങുകാരൊക്കെ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ആംഗ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഈ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണെന്ന് ഓർക്കുക. പിന്നെ നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ. ദ കാർബൺ കണ്ടന്റ് ഈസ് ഫ്രം 0.25 to 0.5%. കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക, 0.25 to 0.5. അപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. ഡ്യൂ ടു എക്സസ് ഓഫ് കാർബൺ ഇറ്റ് ഈസ് ഹാർഡർ ആൻഡ് ടഫർ ദാൻ മൈൽഡ് സ്റ്റീൽ. അപ്പോൾ മൈൽഡ് സ്റ്റീലിനെ അപേക്ഷിച്ചത് ഹാർഡറും ടഫറുമാണ്. ടെനാസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ടെനാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതെന്താണെന്ന് നിങ്ങളുടെ ഈ ഷോർട്ട് ടൈം മെമ്മറിയിൽ ആലോചിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, ദിസ് ക്യാൻ ബി ഹാർഡൻഡ് ഓർ ടെമ്പേർഡ്. ഇത് നമുക്ക് ഹാർഡനിങ്ങും ടെമ്പറിങ്ങും ചെയ്യാം. വേരിയസ് തിങ്സ് ആർ മെയ്ഡ് ബൈ ഫോർജിങ് ആൻഡ് റോളിംഗ്. അപ്പോൾ നമുക്ക് ഫോർജിങ്ങും റോളിംഗ് ചെയ്ത് വേരിയസ് ആയിട്ടുള്ള തിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ദിസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൈ ടെൻസൈൽ ട്യൂബ്സ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈ ടെൻസൈൽ ട്യൂബ്സ്, വയേഴ്സ്, അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ്, കണക്റ്റിംഗ് റോഡ്, ക്യാം ഷാഫ്റ്റ്, സ്പാനേഴ്സ്, പുള്ളി. ഓക്കെ, അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡും ക്യാം ഷാഫ്റ്റും സ്പാനേഴ്സും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വേറെ മെറ്റീരിയൽ വരുന്നുണ്ട് കണക്റ്റിംഗ് റോഡിൻ്റെയും ക്യാം ഷാഫ്റ്റിൻ്റെയും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നോക്കാം. ഓക്കെ, ഹൈ കാർബൺ സ്റ്റീൽ. നെക്സ്റ്റ് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ 0.5 to 1.5% ആണ് കാർബൺ കണ്ടൻറ്റ്. ഹാർഡ് ആൻഡ് വിയേഴ്സ് ലീസ്റ്റ്. ഓക്കെ, ഹാർഡാണ്, വെരി ഹാർഡാണ്. അപ്പം വിയറിങ്ങും കുറവായിരിക്കും അതിൽ. ദിസ് ക്യാൻ ബി ഹാർഡൻഡ് ബൈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് ഹാർഡൻ ചെയ്യാം. ദിസ് ക്യാൻ എയ്തർ ബി കാസ്റ്റ് ഓർ നോർ റോൾഡ്. ഇത് കാസ്റ്റ് ചെയ്യാനോ, ഹൈ കാർബൺ സ്റ്റീൽ നോട്ട് ചെയ്യുക, കാസ്റ്റ് ചെയ്യാനോ പറ്റത്തില്ല, റോൾ ചെയ്യാനോ പറ്റത്തില്ല. ഓക്കെ, ഹാർഡ് ആയതുകൊണ്ട്. ദിസ് ഈസ് വെരി ഹാർഡ് ആൻഡ് ടഫ്. ഇറ്റ് അക്വേഴ്സ് പെർമനൻറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇത് പെർമനൻറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കും. അതുകൊണ്ട് തന്നെ ഇത് പോയിൻറ്റഡ് ടൂൾസ് നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ ടൂൾസിൻ്റെ കാര്യം ഓർത്താൽ മതി. ഹൈ കാർബൺ സ്റ്റീൽ സ്പ്രിങ് ഉണ്ടാക്കാം, പമ്പ്, ഫയൽസ് ഉണ്ടാക്കാൻ, കട്ട്ലറീസ്, കോൾഡ് ചിസൽസ്, പ്രസ് ഡൈ, ഇതിലൊക്കെ ഹൈ കാർബൺ സ്റ്റീൽ യൂസ് ചെയ്യാൻ ഓർക്കുക. നെക്സ്റ്റ് ഒന്നാണ് അലോയ് സ്റ്റീൽ. ഇപ്പോൾ സ്റ്റീലിൻ്റെ അലോയ്സിനെ കുറിച്ച് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 തരമാണുള്ളത്. ഒന്ന് ലോ അലോയ് സ്റ്റീലും ഹൈ അലോയ് സ്റ്റീലും. ഇപ്പോൾ ഈ ലോ അലോയ് സ്റ്റീൽ എന്ന് പറയാൻ നേരത്ത് ബിസൈഡ്സ് കാർബൺ അതർ മെറ്റൽസ് ആർ ഇൻ ലെസർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇതിൽ കാർബൺ കൂടാതെയുള്ള മെറ്റൽസ് ഉണ്ടല്ലോ അലോയിൽ, അത് ലെസർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഈ ടെൻസൈൽ സ്ട്രെങ്ത് ഇസ് മോർ. ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ദ വെൽഡിംഗ് ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. ഇതിൻ്റെ അകത്ത് വെൽഡിങ് ചെയ്യാൻ പറ്റും. ദിസ് ക്യാൻ ഓൾസോ ബി ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് വേരിയസ് പാർട്സ് ഓഫ് എയറോപ്ലെയിൻ ആൻഡ് ക്യാം ഷാഫ്റ്റ്. ഇപ്പോൾ ലോ അലോയ് സ്റ്റീൽ നമുക്ക് ക്യാം ഷാഫ്റ്റ് ഉണ്ടാക്കാനും എയറോപ്ലെയിൻ്റെ പാർട്സ് ഉണ്ടാക്കാനും വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാന ഡിഫറൻസ് ലോ അലോയ് സ്റ്റീലും ഹൈ അലോയ് സ്റ്റീലും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് ഈ കാർബൺ കൂടാതെയുള്ള മെറ്റൽസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഓക്കെ,
ഹൈ അലോയ് സ്റ്റീൽ എന്ന് പറയുന്ന ബിസൈഡ്സ് കാർബൺ ഇറ്റ് ഹാസ് എ ഹൈ പെർസെൻറ്റേജ് ഓഫ് മെറ്റൽസ് ഹയർ ദാൻ ദ ലോ സ്റ്റീൽ അലോയ്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഹൈ ആയിരിക്കും, അതുകൊണ്ടാണ് ഇതിനെ ഹൈ അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത്, കാർബൺ കൂടാതെ ഉള്ളത്. ഓക്കെ.